പൂർവിക ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിൽ അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നു. സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് സമ്പുഷ്ടമായി. സാധാരണ മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉതകുന്ന ഉറപ്പുള്ള സംഘടനയുടെ സമ്മേളനമായി അത് മാറി. സാമൂഹ്യ ജനാധിപത്യം സാധാരണക്കാരിലൂടെ എന്ന മുദ്രാവാക്യം തന്നെയാണ് ആ സമ്മേളനത്തെ വേറിട്ട് നിർത്തിയത്. ആറ്റിങ്ങൽ മാമം ഉമാഹാളായിരുന്നു സമ്മേളന വേദി. നഗരഹൃദയത്തിൽ നിന്നും ശക്തിപ്രകടനത്തോടെയാണ് പ്രവർത്തകർ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. നഗരമെങ്ങും അണ്ണാ DHRM പാർട്ടിയുടെ കൊടിതോരണങ്ങളാൽ അലങ്കൃതമായിരുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് 2024-27 വർഷത്തേക്കുള്ള പാർട്ടിയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പട്ടികവിഭാഗ ആനുകൂല്യങ്ങൾ നിഷേധിച്ച ഏക മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധംപതിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ലൈഫ് പദ്ധതിയും വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണത്തിലും പിണറായി സർക്കാർ പട്ടികവിഭാഗക്കാരോട് അനീതിയാണ് കാണിക്കുന്നത്. സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ദളിത് ജനതയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ സാമൂഹ്യ നവോത്ഥാനം സാധ്യമാവൂ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ പട്ടികജാതിക്കാർക്ക് കാലാകാലമായി എത്തിക്കൊണ്ടിരിക്കുന്ന വീട് എന്ന സ്വപ്നമില്ലാതായി. പട്ടികജാതിക്കാർക്ക് ഡിപ്പാർട്ട്മെന്റിനായി വീട് കൊടുക്കുന്നത് ലൈബ്രറി കണ്ടതോടെ പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക സംവരണം തന്നെ ഇല്ലാതായി. വീട് കിട്ടുന്നില്ല. പണ്ടായിരുന്നു SC/ST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വീട് വെച്ച് കൊടുക്കുവാൻ ഇപ്പോൾ പദ്ധതി ഇല്ലാതായി. ഇങ്ങനെ പട്ടികജാതി കടുത്ത അനീതി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പിന്തുണ UDF കൊണ്ട് വലിയ പ്രയോജനം കിട്ടി എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. അത് UDF ഭരണം സ്വീകരിക്കാൻ സഹായിച്ചതാണ് എനിക്ക് പറയാം. അണ്ണാ DHRM സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ വർക്കല കഹാർ, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. അണ്ണാ DHRM പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ബൈജു പത്തനാപുരം, വൈസ് പ്രസിഡന്റുമാരായ സിന്ധു പത്തനാപുരം, രേഷ്മ കരിവേടകം, ഷൺമുഖൻ പരവൂർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിമാരായ സിബു കാരങ്കോട് സ്വാഗതവും പ്രവീൺ കലയ്ക്കോട് നന്ദിയും പറഞ്ഞു. കൊട്ടാരക്കരയിലെ പാർട്ടി സംസ്ഥാന ഓഫീസിൽ പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനവും നടന്നു. ന്യൂസ് ഡെസ്ക് ബോധി വിഷൻ.